കൂട്ടുകാരെ, നമ്മൾ ഉൾവഴികളിലൂടെയുള്ള എന്ന യാത്രയുടെ ഒരു പരമ്പര തന്നെ അങ്ങ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കണം. അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6 അങ്ങനെ പാട്ടായിട്ട് അധികം ബോറടിപ്പിക്കാതെ ഉൾവഴികളിലൂടെ, അതായത് നമ്മുടെ വെള്ളറട എന്ന മലയോര ഗ്രാമത്തിൻ്റെ ഉൾവഴികളിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ മെയിൻ റോഡല്ല, സബ് റോഡിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമല്ലോ. അപ്പോൾ അതിനകത്തെ ജീവിതങ്ങൾ, അതിനകത്തെ കൃഷി, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ അനുഭവങ്ങളെല്ലാം പകർത്തിക്കൊണ്ടുള്ള ഒരു നീണ്ട എപ്പിസോഡ് പരമ്പരയാണ്. അപ്പോൾ പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടാം. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. കൂട്ടുകാരെ, വഴിയില്ലാത്ത വഴികളിലൂടെയുള്ള യാത്രയാണ്. എങ്ങനെയാണ്? ഓ, അങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ പറമ്പ് വരെ പോയിട്ട് വട്ടെ. അതെ, വഴിയില്ലായിരുന്നു പണ്ട്. അത് പൈസ പോയത് വേസ്റ്റായി. അപ്പോൾ ഞാനത് പറമ്പ് വരെ പോയിട്ട് വട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഇടയ്ക്ക് നമ്മുടെ അവിടെ ഒരു കാരണവരുണ്ടായിരുന്നു. ഇതെൻ്റെ അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിൽ താമസിക്കുന്ന ഒരു കാരണം, വർഷങ്ങളായി ഇവിടെ താമസിക്കുകയാണ്. അപ്പോൾ ഇവിടെ ജനവാസം കുറഞ്ഞ സ്ഥലമാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് അവധൂരിൽ നല്ല റോഡുള്ളൂ. നമ്മൾ തുടക്കത്തിലേ നല്ല റോഡ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ കൈവഴികളാണ്. ഇതൊരു പുതിയ തലമുറയ്ക്ക് ഇതൊരു ഫീലായിരിക്കും, പഴയ തലമുറയ്ക്ക് ഇതൊരു വിഷയമല്ല. അപ്പോൾ ഇതുവഴി ഒരു പറമ്പുണ്ട് എനിക്കെന്ന് പറഞ്ഞാൽ പെണ്ണും പിള്ളയുടേത്. അപ്പോൾ കുറേ ദിവസം അങ്ങോട്ടൊന്ന് യാത്ര ചെയ്തിട്ട് അവിടെ ഫുൾ ഈ റബ്ബറിൻ്റെ നാടാണ് ഈ ഭാഗം, വെള്ളറട, കിളിയൂർ. അപ്പോൾ ഇവിടെ തൈ റബ്ബർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മൂട് തണുക്കാനും അതിന് വൈറ്റമിൻസ്, അതായത് അതിൻ്റെ പോഷകം കിട്ടാനും വേണ്ടിയിട്ട് കാട്ടുവള്ളി പയർ നട്ടു വയ്ക്കും. പക്ഷെ അത് ഓവറായാലും പ്രശ്നമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. വേനലായതുകൊണ്ട് ഇവിടെ അല്ലെങ്കിൽ ഏതാണ്ട് ഈ ഓടയിലൊക്കെ, ഇതൊരു തോടായിരുന്നു, ചുരുണ്ടിപ്പോൾ ഓട പോലെയായി. അപ്പോൾ നേരത്തെ ഇത് കഴിയുമ്പോൾ ഈ വെള്ളത്തിൽ കൂടെ വേണം നടക്കാനായിട്ട്. ഇപ്പോൾ പിന്നെ വെള്ളമില്ലാത്തത് കൊണ്ട് ഇതുവഴി ഈ കൈവഴി ഇങ്ങനെ നടക്കണം. പാമ്പുണ്ടോന്നോ കർത്താവേ കാക്കണേ. അപ്പോൾ ഈ വഴി കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. നമ്മൾ കുറേ ഉണ്ട് നടക്കാനായിട്ടേ, ശരി പോകാം അങ്ങോട്ട്. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. ആലോചിക്കണം, മഴക്കാലം ആകുമ്പോൾ ഇതെല്ലാം ഇവിടെ വെള്ളം നിറയും. അപ്പോൾ നല്ല ആസ്വദിച്ച് വെള്ളത്തിലൊക്കെ ചവിട്ടി പോകാൻ പറ്റുന്നൊരു ഇടമാണ്. ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ പോവാം. അപ്പോൾ ഏതാണ്ട് നമ്മൾ എത്താറായി. നമ്മൾ കറങ്ങി എത്തുന്നു. ഇതൊക്കെ കാണിക്കുന്നത് പുതിയ തലമുറയ്ക്ക് ഒന്ന് കണ്ടിരിക്കാനാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വഴികൾ. മനുഷ്യൻ്റെ കാൽപാദ സ്പർശനമേറ്റ വഴികളാണ്. വലിയ വഴികളൊന്നുമില്ല. പിന്നെ ഇതൊക്കെ പിൽക്കാലത്ത് റോഡും വഴികളൊക്കെ മാറിക്കൊള്ളും. പുതിയ തലമുറ വരുമ്പോൾ ഇതൊക്കെ മാറും. അതിന് മുന്നോടിയായിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടുവച്ചിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ വെള്ളറട വന്നിട്ടൊരു 20 കൊല്ലം ആകാൻ പോകണം. അന്ന് ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ ഇതുപോലെയായിരുന്നു പല വഴികളും. പക്ഷേ ഇന്ന് പലതും മാറി നല്ല റോഡും ഒക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി ഉള്ളിലോട്ടായതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പും ഈ ഒരു ഭംഗിയുള്ള കാഴ്ചയും. സംഗതി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, കൊച്ചു കിട്ടണമെന്നൊരു അപ്പാപ്പനുണ്ടായിരുന്നു. പുള്ളി മരിച്ചുപോയി. ആ വീടിൻ്റെ അവശിഷ്ടമൊന്നുമില്ല, അതൊക്കെ പോയി ഇപ്പോൾ. അപ്പോൾ ഇവിടെ നമ്മളെ പറമ്പിൻ്റെ തുടക്കമായി. അപ്പോൾ ഇതെല്ലാം മഴ പെയ്യുമ്പോൾ അത് തോടുകളായിരുന്നു കേട്ടോ. പക്ഷെ ഒരു തുള്ളി വെള്ളമില്ല. ഇപ്പോൾ വരണ്ട കാലമല്ലേ, മാർച്ച് ഏപ്രിൽ ആയപ്പോഴേ ഒരു തുള്ളി വെള്ളമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി, ഇതാണ് പറമ്പ്. ഇവിടെ എല്ലാം ഇങ്ങനെ വള്ളി കയറി കിടക്കുന്നതായിട്ട് നമ്മളൊരു അഭ്യുതകാംക്ഷി വന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കണ്ടീഷനൊന്ന് നോക്കണം. ഒരു പടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒന്ന് കാണുകയും ചെയ്യാം, കാഴ്ചകളൊന്ന് പകർത്തുകയും ചെയ്യാം, പറമ്പൊന്ന് കാണുകയും ചെയ്യാം. നടന്നു വരാനേ പറ്റുള്ളൂ. അതായത് ഒരു എക്സസൈസാണ്. അത്യാവശ്യം നടന്നു വന്നാൽ ദുർമേധസ് കുറയും,
പിന്നെ സ്കൂട്ടർ യാത്രയൊന്നും നടക്കുകയില്ല ഇവിടെ. അപ്പോൾ ഇതാണ് സംഗതി. അപ്പോൾ പറമ്പും കാണാം, വ്യായാമവുമായി, എനിക്കൊരു വീഡിയോയും കൂട്ടുകാർക്കൊരു കാഴ്ചയും ഒരു സന്തോഷവും. അതാണല്ലോ നമ്മുടെ പ്രധാനം. അപ്പോൾ പുള്ളി പറഞ്ഞ് പേടിപ്പിച്ചു, ഇവിടെയൊക്കെ വള്ളി ഇങ്ങനെ നിറഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷേ കണ്ടത്തെ ഭീകരത ഇല്ലെങ്കിലും താഴെ കുഴപ്പമില്ല, ഇവിടെയൊക്കെ വള്ളി കയറി തുടങ്ങി. അയ്യോ, ഇതൊക്കെ കൈ വഴികളാണ്. ഇത് വലത് സൈഡ് കിടക്കുന്ന വേറൊരു പറമ്പ്, ഇത് ലെഫ്റ്റ് സൈഡിലാണ്. ഇങ്ങനത്തെ വള്ളികളാണ്. ഈ പയറുവള്ളി ഇങ്ങനെ ചുറ്റി ചെയ്തുകൊണ്ട് ഈ മരത്തിൽ കൂടെ കയറി കഴിഞ്ഞാൽ മരത്തിനെ നശിപ്പിക്കും. മരത്തിന് പോഷകം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വള്ളി വളർത്തിയിട്ടത്. പക്ഷേ സംഗതി ഇത് ദോഷമായി തീരും, ഇതും കയറി വളരും. കണ്ടോ? അപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചില്ലെങ്കിൽ മരം ശുഷ്കിച്ചു പോവും. അപ്പോൾ ഇതാണ് സംഗതി. അപ്പോൾ റബ്ബർ ഉള്ളവരും റബ്ബർ ഇല്ലാത്തവരും ശ്രദ്ധിക്കേണ്ടത്, ഈ വള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ വള്ളിയൊക്കെ ഒന്ന് പിടിച്ച് വിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. അപ്പോൾ ഇടയ്ക്ക് തൊഴിലുറപ്പുകാർ വന്നിട്ട് കുറച്ച് പണിയൊക്കെ ചെയ്ത് പോയി. അവരങ്ങനെ മഴക്കുഴിയൊക്കെ സ്ഥാപിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നീണ്ട അതൊരു പാറക്കൂട്ടമുണ്ട്, അവിടെ നിറയെ പാറ. ഒരിടയ്ക്ക് ഈ പാറക്കാരിവിടെ വന്നു ചുറ്റുവട്ടത്തുള്ള വസ്തുക്കളൊക്കെ വാങ്ങിയെങ്കിലും പിന്നെ ഇഷ്യൂസൊക്കെ ആയപ്പോൾ കോറി പരിപാടി ബ്ലോക്കായി. പിൽക്കാലത്ത് തുടങ്ങുമായിരിക്കാം. ബഫർ സോണിൻ്റെ അരികിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ ഇതേ വീണ്ടും നല്ല പയറുവള്ളി കാട് കയറിയെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് നടക്കാൻ പാടാണ്. സാധാരണ ഞാൻ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഷൂസൊക്കെ ഇട്ടിട്ടാണ് വരിക, മറ്റേ മുട്ടുവരെയുള്ള ഷൂസേ. ഇന്ന് ഞാൻ ജസ്റ്റ് ഇന്ന് വെറുതെ നോക്കാൻ വെക്കണ്ട. ഈ വള്ളി കയറി ഒരു റബ്ബർ തൈ അത് നാമാവശേഷമായി. അതുകൊണ്ട് കർഷകർ സൂക്ഷിക്കണം. ഈ വള്ളി നമ്മൾ പൊട്ടിച്ച് വിട്ടില്ലെങ്കിൽ ആ മരം മുഴുവൻ നശിപ്പിക്കും. ആ തൈ പോയി. കണ്ട, ഈ വള്ളി കൊണ്ടുള്ള കുഴപ്പമാണ്. പിന്നെ പന്നിശല്യമുണ്ട്. ഒരേ സമയം നട്ട മരങ്ങളാണ് ഇതൊക്കെ, തൈകളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓക്കെ ആയപ്പോൾ ഈ ചില ഭാഗങ്ങൾ ഇതൊക്കെ ഈ പന്നി നിന്നും വള്ളി കയറിയൊക്കെ അത് കെട്ടുപോയി. ഇവിടെയൊക്കെ ഭീകരമായി. നമ്മൾ കയറിയപ്പോൾ ഇത്ര ഭീകരത ഇല്ലായിരുന്നു. പക്ഷേ പുള്ളി പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഇവിടെയെല്ലാം ശരിക്കും വള്ളി കയറി. വേണ്ട, മരത്തിലൊക്കെ വള്ളി പറ്റിപ്പിടിച്ച് വേണ്ട ഫുള്ളത് ഒരിക്കൽ പൊട്ടിച്ച് വിട്ടതാണ്. അത് കരിഞ്ഞ് നിൽക്കുന്നത്. വീണ്ടും അത് വള്ളി മരത്തിന്മേൽ കയറുന്നു. റിസ്ക്കാണ്, തലവേദനയാണ്. അപ്പോൾ സംഗതി അത് പൊട്ടിച്ച് വിട്ടില്ലെങ്കിൽ മരം രക്ഷപ്പെടില്ല. അപ്പോൾ ഈ കൊച്ചു കാഴ്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇതൊന്ന് കാണിക്കാനാണ് ഈ ഒരു റബ്ബറിൻ്റെ ഇതും അതിലുണ്ടാകുന്ന ഈ പറഞ്ഞല്ലോ നമ്മുടെ അശ്രദ്ധ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വന്നാൽ ഇത്തരം വള്ളി നട്ടുവയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ അതിനെയൊക്കെ ഒന്ന് പരിപാലിച്ചില്ലെങ്കിൽ ഇത് കാടുപോലെ കയറും. ഇത് മരത്തിൻ്റെ ഗുണത്തേക്കാൾ ദോഷമുണ്ടാക്കും. പക്ഷേ ഗുണത്തിന് വേണ്ടിയിട്ടാണ്, ബെസ്റ്റ് വളമാണ്. കണ്ടം മൂടിന് തണലും ഒപ്പം നല്ല എന്താണ് ഈ മണ്ണിന് പറ്റിയ മൂലകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ വള്ളിയിൽ. പയറുവള്ളി എന്നാണ് ഇതിനെ പറയുന്നത്, കാട്ടുവള്ളി. അപ്പം അതുകൊണ്ട് പറമ്പിലൊക്കെ ഇങ്ങനെയുള്ള ഈ പറമ്പ് ഈ വള്ളി നടന്നവർ പറമ്പിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇത് പിടിച്ച് വിട്ടില്ലെങ്കിൽ മരത്തിനെ നശിപ്പിച്ചാളെ. അങ്ങോട്ട് താഴോട്ട് പോകാൻ ഇച്ചിരി ധൈര്യമില്ല. സംഗതി കണ്ടവനായി. താഴെ ഉണ്ടേ ഇതിപ്പോൾ ഒരു 1.5 ഏക്കറാണ് ഈ പറമ്പ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ കയറി വന്നതൊരു 50 സെൻറ്റിൻ്റെ ആ ഭാഗമായി. ഇതെല്ലാം ഓരോരുത്തരുടെ റബ്ബർ തോട്ടങ്ങളാണ്. വലിയ മുതലാളിമല്ല, ചെറിയ കർഷകർ. ഹെക്ടർ മറ്റേ ഈ പറഞ്ഞ പോലെ വലിയ അങ്ങനെ 1000 ഏക്കർ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം കൂടി ചേർത്താൽ ഇഷ്ടംപോലെ ഏക്കറുണ്ട്. പക്ഷേ എല്ലാം കൊച്ചിങ്ങനെ കുഞ്ഞു കണ്ടങ്ങളാണ്. വേണ്ട, ഒരു മരം ചീത്തയായി. ഇവിടെ ഫുള്ള് ഇതാണ്ടേ കണ്ട, ഫുള്ള് ഇത് കാട് കയറി, താഴെ വരെ കാട് കയറി. അപ്പോൾ ഈ കാടിനെ വെട്ടി ശരിയാക്കിയില്ലെങ്കിൽ എന്ത് പറ്റും? വേണ്ട, ഇതാണ്ട് ആ മരത്തിൽ കണ്ടോ, അതിൽ വള്ളി കയറി കണ്ട, ഇതേണ്ടേ വള്ളി കയറി. അപ്പോൾ പണിയുണ്ട്. അപ്പോൾ ഒരു ദിവസം എന്തായാലും ഒരു 2 ദിവസത്തെ പണിക്കാർക്കായിട്ടുണ്ട്. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, റബ്ബർ കർഷകരെ, മറക്കണ്ട, വേനലാണ്. വേനലിൻ്റെ ബെസ്റ്റാണ് ഈ പയറുവള്ളി. പക്ഷേ ഒരു ദോഷം, ഇടയ്ക്ക് ഈ ഭാഗങ്ങളിൽ മഴ പെയ്തു.
അപ്പോൾ ഈ വള്ളിയും ഉഷാറായിട്ട് പൊടിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഈ വള്ളി നിലനിർത്തണം മൂട്ടിൽ, പക്ഷേ മരത്തിൽ കയറാതെ സൂക്ഷിച്ച് മരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക.